How to communicate with hearing ഹലോ impaired കൂട്ടുകാരെ, persons. ഹെലൻ കല്ലറിൻ്റെ ഒരു വാചകമുണ്ട്. കാഴ്ചാപരിമിതി ഒരു വ്യക്തിയെ തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളിൽ നിന്നും അകറ്റുന്നു. എന്നാൽ കേൾവി പരിമിതിയോ ഒരു വ്യക്തിയെ തൻ്റെ ചുറ്റുമുള്ള മനുഷ്യന്മാരിൽ നിന്നും അകറ്റുന്നു. ഏകദേശം 12 വർഷമായിട്ട് കേൾവി പരിമിതി അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് കേൾവി പരിമിതിയുള്ള ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കേൾവി പരിമിതിയുള്ള ആളുകളോട് എങ്ങനെ സംസാരിക്കണം, ഏത് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ തൻ്റെ ചുറ്റും എത്ര മനുഷ്യന്മാരുണ്ടെങ്കിലും എവിടെയും ഏത് സ്ഥലത്തും ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് കേൾവി പരിമിതി അനുഭവിക്കുന്ന ആൾക്കാർ. അപ്പോൾ കേൾവി പരിമിതിയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കേൾവി പരിമിതിയുള്ള ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ അവരെ ഫേസ് ചെയ്തിട്ട് നേരിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കണം. നമ്മുടെ മുഖവും നമ്മുടെ ചുണ്ടുകളുടെ അനക്കങ്ങളൊക്കെ അവർക്ക് ശരിക്കും കാണാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ സൈഡിൽ നിന്നും പിറകിൽ നിന്നും സംസാരിക്കുന്നതിന് പകരം അവരെ നേരിട്ട് മുന്നിൽ നിന്ന് അവരെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുക. അപ്പോൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് സാവധാനത്തിലും ക്ലിയർ ആയിട്ടും ഓരോ വാക്കുകളും സംസാരിക്കുക. ഒരുപാട് വാക്കുകൾ ഒരുമിച്ച് പറയുന്നതിന് പകരം ചെറിയ ചെറിയ വാക്കുകളായിട്ട് ഓരോ വാക്കുകളായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉള്ള ചുറ്റുമുള്ള സൗണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന് സാധ്യമല്ലെങ്കിൽ സൗണ്ട് കുറഞ്ഞ ഒരു ശാന്തമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറി നിന്നിട്ട് സംസാരിക്കുക. അടുത്തതായിട്ട് ഒരിക്കലും ഇപ്പോൾ പറഞ്ഞു തരാൻ എനിക്ക് സമയമില്ല, ഞാനിത് നിനക്ക് പിന്നെ പറഞ്ഞു തരാം, അങ്ങനെയുള്ള വാചകങ്ങൾ പറയാതിരിക്കുക. എല്ലാ തരത്തിലും നമ്മൾ ചെയ്യേണ്ടത് കേൾവി പരിമിതി എന്നല്ല, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സിമ്പതിയോടുള്ള നോട്ടവും പെരുമാറ്റവും അല്ല, എന്താ പറയുക, ചേർത്ത് പിടിക്കലും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യലും ആയിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം. അടുത്തതായിട്ട് ഏത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും കേൾവി പരിമിതിയുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിലും അവരവിടെ ഉണ്ടെങ്കിൽ അവരെയും കൂടി